കർക്കിടക സംക്രമത്തിന്റെ ഒരു നാഴിക മുന്നേ തന്നെ പൂജാമുറിയൊക്കെ ഒരുക്കണം. ദശപുഷ്പം, വാൾ കണ്ണാടി, അലക്കിയ കോടിത്തോർത്ത്, മഷിച്ചെപ്പ്, സിന്ദൂരച്ചെപ്പ്, അതുപോലെ തന്നെ അക്ഷതം ഇവ ചേർന്നാണ് കർക്കിടകത്തിലെ അഷ്ടമംഗല്യ പാത്രം എന്ന് പറയുന്നത്. ചെറിയൊരു നെയ്വിളക്ക് കത്തിച്ച് സംക്രമ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ പൂജാമുറിയിൽ. അതേപോലെ തന്നെ കന്യകമാര്, സുമംഗലിമാരൊക്കെ കണ്ണെഴുതി പൊട്ടുതൊട്ട മുടിയില് ദശപുഷ്പമൊക്കെ ചാർത്തി ശ്രീ ഭഗവതിയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഈ അഷ്ടമംഗലത്തോടു കൂടി ശ്രീ ഭഗവതിയെ നമ്മൾ വീട്ടിൽ എഴുന്നള്ളിച്ച് പൊടി കൊള്ളിച്ച് ഇരുത്തി എന്നാൽ എഴുന്നള്ളിച്ച് വീട്ടിലിരുത്തി എന്ന് തന്നെയാണ് സങ്കല്പം. ഈ വിശ്വാസത്തിന് പുറമെ തന്നെ നിത്യ അന്നദാനേശ്വരിയായ അന്നപൂർണേശ്വരി ദേവി നാട്ടിലും വീട്ടിലൊക്കെ എഴുന്നള്ളിച്ച് നമ്മളൊക്കെ സ്വീകരിക്കുന്ന വിശേഷമായ മാസമാണ് കർക്കിടക മാസം എന്ന് പറയും.